പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈഫ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവൈശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയും പ്രത്യാശയും വെളിപ്പെടുത്തി സ്വർഗ്ഗം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത കരുണ കാണിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ജീവിത മേഖലയിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുടിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങൾ, നശിച്ചു പോകേണ്ട സാഹചര്യങ്ങൾ, തകർന്നു പോകേണ്ട പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന വേളകളിലെല്ലാം ദൈവാത്മാവ് നമ്മെ കരുണ കാണിച്ച് നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് നാം തകർന്നു പോകേണ്ട പല മേഖലകളും ജീവിത മേഖലയിൽ ഉണ്ടായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം നമ്മോട് കരുണ കാണിച്ച് നമ്മുടെ പ്രശംസയോ, നമ്മുടെ പുകഴ്ചയോ, നമ്മുടെ മാഹാത്മ്യമോ, നമ്മുടെ സൗന്ദര്യമോ, നമ്മുടെ പുകഴ്ചയോ ഒന്നുമല്ല ഇന്ന് രാത്രികാലവും നാം നിലനിൽക്കുന്നത് കർത്താവ് നമ്മോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാനില്ലായിരുന്നു എങ്കിൽ കാണാമായിരുന്നു, ഞാൻ ഉണ്ടായതുകൊണ്ടാണ് എല്ലാം നടക്കുന്നത്, ഞാനില്ലായിരുന്നെങ്കിൽ പലതും സംഭവിച്ചേനെ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വീമ്പിളക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, നിന്നോട് കരുണ കാണിച്ചതുകൊണ്ടാണ് ഇന്ന് രാത്രികാലവും ജീവനോടെ നിൽക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇതിനാധാരമായിട്ടൊരു വാക്യം വായിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു. നാം തകർന്നു പോകാതിരിക്കുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്, നാം നശിച്ചു പോകാതിരിക്കുന്നത്, പല പ്രതികൂലം വന്നപ്പോഴും, തകർത്ത് കളയത്തക്ക സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നപ്പോഴും അവിടെ ഒന്നും തകർത്ത് കളയാതെ, മുടിച്ച് കളയാതെ, ഇല്ലായ്മപ്പെടുത്തി കളയാതെ ദൈവാത്മാവ് നമ്മോട് കരുണ കാണിച്ചതുകൊണ്ടാണ് ഇന്ന് രാത്രികാലവും നാം നിൽക്കുന്നത് എന്ന് മറന്നു പോകരുത്. നമ്മുടെ പ്രശംസയോ, നമ്മുടെ പുകഴ്ചയോ, നമ്മുടെ ആരോഗ്യബലമോ ആഹാരബലമോ ഒന്നുമല്ല ഇന്ന് നാം ജീവനോടെ നിൽക്കുന്നത്. കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന ആ സ്നേഹം ഒന്നു മാത്രമാണ് നാം നിലനിൽക്കുന്നത് എന്ന് ഇന്ന് രാത്രികാലം മറന്നു പോകരുത്. അവിടെ 23-ാം വാക്യം വായിക്കുന്നു, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. കർത്താവ് നമ്മോടുള്ള വിശ്വസ്തത, കർത്താവിന് നമ്മോടുള്ള വിശ്വസ്തത, അതിൻ്റെ ആഴം വലിയതായതുകൊണ്ടാണ് ഇന്ന് രാത്രികാലവും നമ്മൾ ഈ ഭൂപ്പരപ്പിൽ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മൾ മത്സരിക്കുമ്പോൾ, എൻ്റെ കരബലം കൊണ്ടാണ്, ഇല്ലായിരുന്നുവെങ്കിൽ അത് സംഭവിച്ചേനെ, ഞാനില്ലായിരുന്നുവെങ്കിൽ ഇത് സംഭവിച്ചേനെ, എൻ്റെ ഒരൊറ്റ കഴിവ് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്, കുടുംബം നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, പ്രിയമുള്ളവർ, ഇത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ അല്ല, സർവശക്തനായ ദൈവം നമ്മോട് കരുണ കാണിച്ചതുകൊണ്ടാണ്. ആ കരുണ കാണിച്ച സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നാം പ്രത്യാശയുള്ളവരായി ഏൽപ്പിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ രാവിലെ തോറും അവന്റെ ദയ എത്ര വിശ്വസ്തതയുള്ളത് ആണ് എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യരുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ, കർത്താവ് പറയുന്നു, അവന്റെ വിശ്വസ്തത രാവിലെ തോറും നിനക്ക് ഒരു കോട്ടയായിരിക്കാൻ തക്കവണ്ണമിടയായിട്ട്. സങ്കീർത്തന പുസ്തകം 103:8 ഇങ്ങനെ പറയുന്നത്, യഹോവ കരുണയും കൃപയും ഉള്ളവൻ, കോപിക്കുവാൻ താമസമുള്ളവനും മഹാദയവുള്ളവനും ആകുന്നു. യഹോവ ആമി മഹാദയവുള്ളവനാ, കരുണയുള്ളവനാ, കൃപയുള്ളവനാ. ആമി കോപിക്കാൻ വളരെ താമസമുള്ളവനാ. കർത്താവായ യേശുക്രിസ്തു
നമ്മോട് കോപിച്ച് നമ്മെ തകർത്തു കളയുന്നവനല്ല, നമ്മുടെ വിഷയത്തിന് പരിഹാരം നൽകി തരുവാൻ ശക്തനായ ദൈവമാണ് എന്ന് ഇന്ന് രാത്രികാലം ദൂത് വിളിച്ചു പറയുക. നമ്മോട് കരുണ കാണിച്ച് നമ്മുടെ വിഷയത്തിന് പരിഹാരം നൽകി തന്ന് നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയം എന്താണെങ്കിലും, ആരുടെയും സഹായം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും, ആരും നിങ്ങളുടെ വിഷയത്തെ അറിയുന്നില്ലെങ്കിലും, നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളോട് കരുണ കാണിച്ച് ദൈവാത്മാവ് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം നൽകി തരുവാനിടയായിത്തീരും. ആ പരിഹാരം നൽകി തരുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രിക്കാലം ഏൽപ്പിച്ചു കൊടുത്തു. യഹോവ കരുണയും കൃപയും ഉള്ളവൻ, ആമെ കോപിക്കുവാൻ താമസമുള്ളവനും മഹാദയവുള്ളവനുമാകുന്നു. നമ്മോട് കരുണ കാണിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രിക്കാലം ഹൃദയത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, വിഷയങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, ഭാരങ്ങളൊന്ന് ഇറക്കി വെച്ചാട്ട്, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ട്, വിഷയങ്ങൾക്ക് പരിഹാരവുമായി കരുണ കാണിക്കുന്ന സർവശക്തനായ ദൈവം നിന്നോട് കരുണ കാണിച്ച് നിന്റെ വിഷയത്തിന് പരിഹാരത്തെ നൽകി തന്ന് സ്വർഗം മാനിക്കുവാനിടയായിത്തീരും. ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.